അൽ അശ്റത്തുൽ മുബശ്ശറൂൻ അവരിൽപ്പെട്ട അവരുടെ കൂട്ടത്തിൽ അവസാനമായി വഫാത്തായ സഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ മശ്ഹദുകളും, മശ്ഹദ് എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ, എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ ധീരനായ ഒരു കുതിരപ്പടയാളിയായിരുന്നു. അതുപോലെ തന്നെ ഒരു അമ്പെയ്ത്തുകാരനായിരുന്നു. യുദ്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാവൽ നിൽക്കുമായിരുന്നു അദ്ദേഹം. لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട 10 മഹാന്മാരുടെ സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പ് പറഞ്ഞ അൽ അശറത്തുൽ മുബശ്ശറൂൻ അവരുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അടുത്തതായി നമുക്ക് വായിക്കാനുള്ളത് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രമാണ്. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു സഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവ് മാലിക് ഇബ്നു ഉഹൈബ്, അബൂ വഖാസ് എന്ന കുനിയത്തിൽ അറിയപ്പെടുന്ന മാലിക് ഇബ്നു ഉഹൈബ് എന്ന വ്യക്തിയാണ്. ഉമ്മ ഹംന ബിൻതു സുഫ്യാൻ എന്നാണ് അവരുടെ പേര്. അദ്ദേഹം അറിയപ്പെടുന്നത് ഖാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവൻ എന്ന പേരിലാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവനല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെ കുടുംബമായ ബനു സഹ്റ എന്ന കബീലയിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവൻ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് ഹിജ്റക്ക് 23 വർഷം മുമ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും 30 വയസ്സ് കുറവായിരിക്കും അദ്ദേഹത്തിന്. മക്കയിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതത്തെക്കുറിച്ച് പറയുന്നത് ഉയരം കുറഞ്ഞ തടിച്ച ഒരാളായിരുന്നു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ജാഹിലിയ കാലത്ത് അദ്ദേഹം അമ്പും വില്ലും ഉണ്ടാക്കുന്ന ജോലിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ യുദ്ധവുമായി അദ്ദേഹത്തിന് ജാഹിലിയ കാലത്തിന്റെ ബന്ധമുണ്ട്. ആയുധങ്ങൾ ഉണ്ടാക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. 14 വയസ്സുള്ള സമയത്താണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കാണാം, മാ അസ്ലമ അഹദുൻ ഫിൽ യൗമിൽ ലദി അസ്ലംത്, ഞാൻ ഇസ്ലാം സ്വീകരിച്ച ദിവസം വേറെ ആരും മുസ്ലിം ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ നേരത്തെ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. ഒന്നാമത്തെ ആൾ അല്ല, പക്ഷെ അദ്ദേഹം വളരെ തുടക്കത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച ഒരാളാണ് എന്നർത്ഥം. വലഖദ് മകസ്തു 7 ലയാലിൻ വഇന്നി ലസുലുസുൽ ഇസ്ലാം, 7 ദിവസത്തോളം ഞാൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് ഇസ്ലാമിന്റെ 3/1. കാരണം മൊത്തം മുസ്ലിങ്ങളുടെ 3/1 ഞാനാണ്. അത്രയും കുറച്ച് ആൾക്കാർ മാത്രം ഉള്ള സമയത്ത് ഞാൻ മുസ്ലിം ആയിട്ടുണ്ട്. വലഖദ് റഅയ്തുനി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സാബിഅ സബ്അ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞങ്ങൾ 7 പേര് മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. മാലനാ തആമുൻ ഇല്ലാ വറഖുസ് സമുർ, സമുർ എന്ന് പറയുന്ന ഒരു ചെടി, അതിന്റെ ഇല മാത്രമായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. അപ്പൊ അങ്ങനെ വളരെ പ്രയാസമുള്ള കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവം വളരെ അറിയപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ, കുഫറിലേക്ക് തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചു. അവർ വാശി പിടിച്ചു, മുഹമ്മദിന്റെ ദീൻ ഉപേക്ഷിക്കണം, ഇസ്ലാം ഉപേക്ഷിക്കണമെന്ന്. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് അവർ പറഞ്ഞു, നീ ഇസ്ലാം ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, തഅലമീന വല്ലാഹി യാ ഉമ്മ, എൻ്റെ ഉമ്മ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലൗ കാനത് ലകി 100 നഫ്സ്, 100 ജീവൻ നിങ്ങൾക്കുണ്ട്, 100 ആത്മാവ് നിങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കുക. ഫഖറജത് നഫ്സൻ, അതിൽ ഓരോരോ നഫ്സും ഓരോ ആത്മാവും ഒന്നിനു പിറകെ ഒന്നായിട്ട് അങ്ങനെ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംഭവിച്ചാലും മാ തറക്തു ദീനി ഹാദാ ലിശൈ, എന്റെ ഈ ദീൻ അത് ഞാൻ ഉപേക്ഷിക്കുകയില്ല.
ഫഇൻ ശിഅ്തി ഫകുലി വഇൻ ശിഅ്തി ലാ തകുലി, അതുകൊണ്ട് തിന്നണമെങ്കിൽ തിന്നാം, അല്ലെങ്കിൽ പട്ടിണി കിടക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു മുസ്ലിമിന്റെ സ്വഭാവമാണിത്. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈമാൻ ഒരാളുടെ മനസ്സിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അവൻ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവായിരിക്കും. ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഈ ദീൻ അവൻ ഉപേക്ഷിക്കുകയില്ല. നിർബന്ധിതമായ സാഹചര്യത്തിൽ നമുക്കറിയാം കുഫറിന്റെ വാക്ക് പറയാൻ നമുക്ക് അനുവാദമുണ്ട്. പക്ഷേ ഏറ്റവും അഫ്ദൽ എന്താണ്? തൗഹീദിന് വേണ്ടി, ഈമാൻ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മരിക്കേണ്ടി വന്നാൽ മരിക്കുക. അതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം നമുക്കറിയാം സ്വർഗം ഉറപ്പു പറഞ്ഞ 10 പേരിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു ദർജ, 2ാം സ്ഥാനം അവർ തൃപ്തിപ്പെടുകയില്ല. അപ്പോൾ മരിക്കേണ്ടി വന്നാലും ഈ ദീൻ ഞാൻ ഉപേക്ഷിക്കുകയില്ല, ഉമ്മ മരിച്ചതുകൊണ്ട് ഞാൻ ഈ ദീൻ ഉപേക്ഷിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ അവർ സത്യം ചെയ്തു, കാഫിറാകുന്നത് വരെ, മുർത്തദാകുന്നത് വരെ സംസാരിക്കുകയില്ല, മകനോട് സംസാരിക്കുകയില്ല എന്ന് ആ ഉമ്മ പ്രതിജ്ഞ ചെയ്തു. ഈ സന്ദർഭത്തിലാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻകബൂത്തിൽ 8ാമത്തെ ആയത്ത് അവതരിച്ചത് എന്ന് ചില അഭിപ്രായങ്ങൾ കാണാം. ഏതാണ് ആയത്ത്? വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന, മനുഷ്യനോട് അവന്റെ മാതാപിതാക്കളോട് നന്നായി പെരുമാറണം എന്ന് നാം വസിയത്ത് ചെയ്തിരിക്കുന്നു, ഉപദേശിച്ചിരിക്കുന്നു. വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ, എന്നാൽ ശിർക്ക് ചെയ്യാൻ വേണ്ടി, നിനക്ക് വിവരമില്ലാത്ത വസ്തുക്കളെ എന്നിൽ പങ്കു ചേർക്കാൻ വേണ്ടി നിർബന്ധിച്ചാൽ ഫലാ തുതിഉഹുമ, അവരനുസരിക്കരുത്. അപ്പോൾ നന്നായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം അവർ പറയുന്ന മാസിയത്തുകൾ, ഷിർക്കും കുഫറും അള്ളാഹുവിന്റെ കൽപ്പനകൾക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ അത് അനുസരിക്കണമെന്നല്ല. ഫലാ തുതിഉഹുമ, അങ്ങനെ ഒരു കാര്യം കൽപ്പിച്ചാൽ ഷിർക്കാവണമെന്നില്ല. ഒരു മാസിയത്താണെങ്കിൽ പോലും, ഹറാമായ ഒരു കാര്യമാണെങ്കിൽ അനുസരിക്കേണ്ടതില്ല. വസാഹിബുഹുമാ ഫലാ തുതിഉഹുമാ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ, എന്റെ അടുക്കലേക്കാവുന്ന നിങ്ങൾക്ക് മടങ്ങി വരാനുള്ളത്. അങ്ങനെ മടങ്ങി വരുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന അമലുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരുന്നതാണ്. അപ്പോൾ ഉമ്മ നിർബന്ധിച്ചതാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടുകയില്ല. അദ്ദേഹം അങ്ങനെ ഉറച്ചു നിന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അറിയപ്പെട്ട സംഭവമാണ്. അദ്ദേഹം മുഹാജിറുകളിൽപ്പെട്ട സ്വഹാബിയാണ്. മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരൻ ഉമൈർ ഇബ്നു അബി വഖാസും റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ഹിജ്റ പോയത്. അങ്ങനെ അവർ പോയി അവരുടെ തന്നെ ഒരു സഹോദരനായ, 3ാമത്തെ സഹോദരനായ ഉത്ബത്ത് ഇബ്നു അബി വഖാസ് എന്ന സ്വഹാബിയുടെ വീട്ടിലാണ് അവർ പോയി ഇറങ്ങിയത്. കാരണം ഈ 3ാമത്തെ സഹോദരൻ ആദ്യം തന്നെ മദീനയിൽ എത്തിയിരുന്നു. അദ്ദേഹം മുമ്പ് കാലത്ത് തന്നെ മക്കയിൽ വെച്ച് ഒരാളെ കൊന്നിട്ട് മക്കയിൽ നിന്ന് ഓടിപ്പോയി മദീനയിലായിരുന്നു താമസം ഇവരുടെ സഹോദരൻ. അങ്ങനെ ഹിജ്റ പോയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഇവർ പോയി താമസിച്ചത്. അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ ധാരാളം കാണാം. ഒന്ന്, സ്വർഗം ഉറപ്പ് പറഞ്ഞ 10 പേരിൽപ്പെട്ട ആളാണ്. അതുപോലെ തന്നെ ഈ 10 പേരിൽ അവസാനം മരിച്ച വ്യക്തിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അൽ അശ്റത്തുൽ മുബശ്ശറൂൻ, അവരിൽപ്പെട്ട, അവരുടെ കൂട്ടത്തിൽ അവസാനമായി വഫാത്തായ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ മശ്ഹദുകളും, മശ്ഹദ് എന്ന് പറഞ്ഞാൽ യുദ്ധങ്ങൾ, എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം വളരെ ധീരനായ ഒരു കുതിരപ്പടയാളിയായിരുന്നു. അതുപോലെ തന്നെ ഒരു അമ്പെയ്ത്തുകാരനായിരുന്നു. യുദ്ധങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാവൽ നിൽക്കുമായിരുന്നു അദ്ദേഹം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചത് കാണാം. അരിഖൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈല, ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ലൈത റജുലൻ സാലിഹൻ മിൻ അസ്ഹാബി യഹ്റുസുനി ലൈല, എന്റെ സഹാബത്തിൽപ്പെട്ട ഒരു സ്വാലിഹായ വ്യക്തി എനിക്ക് ഇന്ന് രാത്രി കാവൽ നിന്നിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് സമിഅനാ സൗത സിലാഹ്, അത് പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് ആയുധത്തിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടു, വാളിന്റെ ശബ്ദം കേട്ടു. ഖാല മൻ ഹാദാ, ഇതാരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ഖീല സഅദ്, സഅദ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് ആളുകൾ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് ജിഅ്തു അഹ്റുസുക്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ താങ്കൾക്ക് കാവൽ നിൽക്കാൻ വന്നതാണ്. ഫനാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനമായി ഉറങ്ങി. എത്രത്തോളം? ഹത്താ സമീന ഗതീതഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂർക്കം വലിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. അത്ര സമാധാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുകയുണ്ടായി. കാരണം അത്രയും ധീരനാണ്, സമാധാനത്തോടെ ഉറങ്ങാം, അതിന് പറ്റിയ ആളാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പടയാളി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേര്. അത് അദ്ദേഹത്തിന് വരാൻ, ആ പേര് വരാനുള്ള കാരണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ആദ്യമായി അമ്പെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ഒരു യുദ്ധത്തിൽ
ദീനിനു വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം ഇസ്ലാമിന് വേണ്ടി ആദ്യമായി അമ്പെയ്ത വ്യക്തിയാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അതുപോലെ അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ബദറിൽ പങ്കെടുത്തവരുടെ മഹത്വം, പ്രത്യേകത നമുക്കറിയാം. അവർക്ക് വരാനിരിക്കുന്ന പാപങ്ങൾ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഉഹദ് യുദ്ധത്തിന്റെ ദിവസം പലരും പിന്തിരിഞ്ഞോടിയപ്പോൾ ഉറച്ചു നിന്ന ഒരാളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഈ സംഭവങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണ്? എല്ലാവരുടെയും ചരിത്രത്തിൽ ആവർത്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇസ്ലാമിൽ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഇൽമു കൊണ്ടും അല്ലെങ്കിൽ ഈമാൻ കൊണ്ടും അമൽ കൊണ്ടുമല്ലാതെ നേടാൻ സാധിക്കുകയില്ല. ഇസ്ലാമിൽ ഒരു പാരമ്പര്യമില്ല. ഇസ്ലാമിൽ മറ്റെന്തെങ്കിലും നമ്മൾ അധ്വാനിക്കാതെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഒരു സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല. ഈ 10 പേരുടെയും ചരിത്രം നോക്കൂ. എല്ലാവരും ഷഹീദൽ മഷാഹിദ കുല്ലഹ, എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. ഉഹദ് യുദ്ധത്തിൽ ഉറച്ചു നിന്നു. അതുപോലെ ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്തു. ഇങ്ങനെ അവരുടെ അമലുകൾ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഈ സ്ഥാനം നൽകിയത്. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദ്ദേഹത്തിന്റെ പിന്നിലിരിക്കുമായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സഹ്മക് ഫഹ്മ ബിഹി അദുവക്, അല്ലാഹുവേ നിന്റെ അമ്പാണിത്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ വില്ലിൽ നിന്ന് വരുന്നത്, അതുകൊണ്ട് നിന്റെ ശത്രുവിനെ നീ എറിയുക, നിന്റെ ശത്രുവിന്റെ മേൽ അത് എത്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ലഹു, അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാഹുമ്മ സ്തജിബ് ലി സഅദ്, സഅദ് റളിയല്ലാഹു അൻഹു ആണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ നിന്റെ അമ്പാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സ്തജിബ് ലി സഅദ്, അല്ലാഹുവേ സഅദിന് നീ ഉത്തരം ചെയ്യണം. അല്ലാഹുമ്മ സദ്ദിദ് ലി സഅദിൻ റമ്യത, അല്ലാഹുവേ സഅദിന്റെ അമ്പ് അത് നീ ലക്ഷ്യത്തിലെത്തിക്കണം. ഈഹൻ സഅദു ഫിദാക അബി വ ഉമ്മി, സഅദേ നിനക്ക് പകരമായി എന്റെ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടാൽ തരക്കേടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്. അങ്ങനെ ഓരോ അമ്പ് അദ്ദേഹം എഴുതി വിടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സദ്ദിദ് റമ്യതഹു, അല്ലാഹുവേ ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം, അദ്ദേഹത്തിന്റെ അമ്പുകൾ ലക്ഷ്യത്തിലെത്തിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയാണ്, അദ്ദേഹം മുജാബുദ് ദഅവ ആയിട്ടുള്ള ആളായിരുന്നു. പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ എന്താണ് വേണ്ടത്? അവിടുന്ന് പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട്, അത്ഇബ് മത്അമക യുസ്തജബ് ദഅവതുക, നീ നിന്റെ ഭക്ഷണം ഹലാലാക്കുക, നിന്റെ ദുആക്ക് ഉത്തരം കിട്ടും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹലാല് തിന്നുക എന്നുള്ളത്. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഒരു തരത്തിലുള്ള ഹറാമും ശുഭത്തും, ഹറാമോ ഹലാലോ എന്ന് സംശയമുള്ള കലർപ്പുകളൊന്നും ഇല്ലാത്ത ശുദ്ധമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, അതിന് കുറച്ച് നിലവാരം കുറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെ ഹലാലായത് തിന്നുക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. ദുആക്ക് ഉത്തരം കിട്ടും. അല്ലാത്ത ആളുകളുടെ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല. ചിലപ്പോൾ വലിയ തുക സമ്പാദിച്ചിട്ടുണ്ടാകും, ആ സമ്പാദ്യം ഇവന്റെ നാശമായിരിക്കും. കാരണം അവൻ ഒരിക്കലും പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടാത്ത അവസ്ഥയിൽ അവൻ ആക്കുന്നതായിരിക്കും ഈ സ്വത്ത്, ഹറാമുകളുള്ളത് കൊണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ആളായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാം ചരിത്രങ്ങളിൽ, ഇദാ റമാ ഫിൽ ഹർബി അദുവൻ അസാബ വഇദാ ദഅ അല്ലാഹ ദുആഅൻ അജാബ. അദ്ദേഹം യുദ്ധത്തിൽ ഒരു ശത്രുവിനെ നേരെ അമ്പെയ്താൽ അവന്റെ ശരീരത്തിൽ അത് തറച്ചിട്ടുണ്ടാകും, ലക്ഷ്യത്തിലെത്തിയിരിക്കും. അള്ളാഹുവിനോട് എന്തെങ്കിലും കാര്യത്തിൽ ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിച്ചിരിക്കും. അങ്ങനെയായിരുന്നു സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഒരാൾ അദ്ദേഹത്തെ കുറിച്ച് എന്തോ ആരോപണം പറഞ്ഞു, കളവ് പറഞ്ഞു. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ ഖാമ മഖാമ റിയാഇൻ വസുമഅ, അല്ലാഹുവേ നിന്റെ ഈ അടിമ ഇവൻ എന്നെ കുറിച്ച് ഈ കളവ് പറഞ്ഞത് അത് ആളെ കാണിക്കാൻ വേണ്ടി, വലിയ ആളാവാൻ വേണ്ടി, എന്നെ തരം താഴ്ത്തിക്കൊണ്ട് അവന് ഉയരാൻ വേണ്ടിയാണെങ്കിൽ ഫഅതുൽ ഉംറഹു വഅദിം ഫഖറ, അവന്റെ ആയുസ് നീട്ടിക്കൊടുക്കണേ, അവന്റെ ദാരിദ്ര്യം നീ സ്ഥിരമാക്കണേ എന്ന് പറഞ്ഞാൽ ഒരു മിസ്കീനായിക്കൊണ്ട് കുറെ കാലം ജീവിക്കുന്ന അവസ്ഥ അവൻ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു. വഅർരിൽഹു ലിൽ ഫിതൻ, അവനെ നീ ഫിത്നകൾക്ക് മുന്നിൽ വെച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ക്ഷമ നശിച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു പോയി. അത്രയും വലിയൊരു ആരോപണം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു, കളവ് പറഞ്ഞു അറിഞ്ഞുകൊണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു, അറിഞ്ഞുകൊണ്ട് വലിയവനാകാൻ വേണ്ടി, ആളാവാൻ വേണ്ടി കളവ് പറഞ്ഞതാണെങ്കിൽ അള്ളാഹു ഇവന് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. ഫഅസാബ റജുല ദാലിക കുല്ലുഹു, ഇതെല്ലാം അവിടെ സംഭവിച്ചു. ഫറുഇയ ബഅദ സമനിൻ, കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഇയാളെ കാണാൻ സാധിച്ചു. ഷെയ്ഖൻ കബീറൻ, വലിയ വൃദ്ധനായി, ഒരുപാട് പ്രായമായി അദ്ദേഹം അങ്ങനെ ജീവിച്ചിരുന്നു. ഫഖദ് സഖത ഹാജിബാഹു അലാ ഐനൈഹി, അവന്റെ 2 പുരികവും ഇങ്ങനെ നീണ്ടുവന്ന് കണ്ണിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ട്. യഖിഫു ഫി ത്വരീഖി ഫയഗ്മിസുൽ ജവാരി, വഴിയരികിലൊക്കെ നിന്ന് പെൺകുട്ടികളെ നോക്കി അവരുടെ പിന്നാലെ നടന്ന് അങ്ങനെ ഫിത്നയിലായ ഒരവസ്ഥയിൽ ഇയാൾ മാറി. ഫയുഖാലു ലഹു ബിദാലിക്, അങ്ങനെ ആളുകൾ ഇയാളെ കാണുമ്പോൾ പറയും, ഇയാളെക്കുറിച്ച് ആളുകൾ ഇങ്ങനെ പറയും, ഒരു മഫ്തൂനായ, പഴച്ചുപോയ ഒരു
വയസ്സൻ എന്ന ആൾക്കാർ പറയും. അപ്പൊ ഈ വ്യക്തി പറയും, ഷെയ്ഖുൻ മഫ്തൂനുൻ അസ്വാബത്ഹു ദഅവതു സഅദ്, സഅദ് ബിൻ അബി വഖാസിന്റെ പ്രാർത്ഥന ബാധിച്ച ഒരു മഫ്തൂനായ പഴച്ചുപോയ ഒരു കിളവനാണ് ഞാൻ എന്നയാൾ പറയുമായിരുന്നു. അങ്ങനെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം കിട്ടാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിച്ചിരുന്നു. ഇമാം തിർമിദി ഉദ്ധരിച്ചൊരു ഹദീസിൽ കാണാം, ആളുകൾക്കിടയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഹാദാ ഖാലി, ഇത് എന്റെ അമ്മാവനാണ്. ഫൽയുരിനി ഇംറുഉൻ ഖാല, നിങ്ങളൊക്കെ നിങ്ങളുടെ അമ്മാവന്മാരെ എനിക്ക് കാണിച്ചു തരൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു അമ്മാവൻ ആർക്കാണുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു മൻഖബ, അദ്ദേഹത്തിന് ഒരു സ്ഥാനമാണ്, അദ്ദേഹം മലക്കുകളെ കണ്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിന്റെ ദിവസം ജിബ്രീൽ അലൈഹിസ്സലാമിനെയും മീകായിൽ അലൈഹിസ്സലാമിനെയും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ മലക്കുകൾ പങ്കെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തും വലത്തുമായി ജിബ്രീലും മീകായിലും അലൈഹിമസ്സലാം യുദ്ധം ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം കണ്ടു. അദ്ദേഹം പറഞ്ഞതായി സ്വഹീഹ് മുസ്ലിമിൽ കാണാം, റഅയ്തു അൻ യമീനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅൻ ശിമാലിഹി യൗമ ഉഹദ്, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തും വലത്തുമായി ഞാൻ കണ്ടു റജുലൈനി, രണ്ടുപേരെ, അലൈഹിമ സിയാബു ബയാദ്, നല്ല വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുള്ള രണ്ടുപേർ, മാ റഅയ്തുഹുമാ ഖബ്ലു വലാ ബഅദ്, മുമ്പോ ശേഷമോ, ഉഹദ് യുദ്ധത്തിന് മുമ്പോ ശേഷമോ ഞാൻ അവരെ കണ്ടിട്ടില്ല. അത് ജിബ്രീലും മീകായിലും അലൈഹിമസ്സലാം അവരായിരുന്നു. അതുപോലെ തന്നെ ബൈഅത്തു റിദ്വാനിൽ അദ്ദേഹം പങ്കെടുത്തു. അതിൽ പങ്കെടുത്ത ആളുകളുടെ പ്രത്യേകത നമുക്കറിയാം, അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകതയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന വലിയൊരു സംഭവമാണ്, അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ നടന്ന ഫുതുഹാത്ത്, ലോകരാജ്യങ്ങൾ കീഴടക്കിക്കൊണ്ട് നടന്ന ഇസ്ലാമിന്റെ യുദ്ധങ്ങൾ, അതിലെ വലിയൊരു നേതാവായിരുന്നു, ഒരു ഖായിദായിരുന്നു, നായകനായിരുന്നു അദ്ദേഹം റളിയല്ലാഹു അൻഹു അർളാ. ഉമർ റളിയല്ലാഹു അൻഹു ഇറാഖ് ആക്രമിക്കാൻ വേണ്ടി സൈന്യങ്ങൾ ഒരുക്കിയപ്പോൾ അദ്ദേഹം സ്വയം തന്നെ അതിന്റെ അമീറായി പുറപ്പെടാൻ തീരുമാനിച്ചു. ആദ്യം അങ്ങനെ തീരുമാനിച്ച് അദ്ദേഹം ഹിജ്റ 14 മുഹറം മാസത്തിൽ സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി, തന്റെ സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി മദീനയിൽ വെച്ച്. എന്നിട്ട് സഹാബത്തിനെ വിളിച്ചുകൂട്ടി ഒരു ശൂറ കൂടി, അവരോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി. അങ്ങനെ ഭരണാധികാരിയായ അമീറായ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ സൈനികനായി, സൈന്യത്തിന്റെ തലവനായി ഇറാഖിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ്. ആ വിഷയത്തിലാണ് ശൂറ കൂടുന്നത്. അങ്ങനെ പോകേണ്ടതുണ്ടോ അതോ അമീറായി ഭരണകാര്യങ്ങൾ നോക്കാൻ വേണ്ടി മദീനയിൽ നിൽക്കണോ എന്ന കാര്യമാണ് അദ്ദേഹം ആലോചിക്കുന്നത്. അങ്ങനെ എല്ലാ സ്വഹാബത്തും ഏകോപിച്ചു ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് തന്നെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി. കാരണം സ്വഹാബത്തിന് അദ്ദേഹത്തിന്റെ ഫضൽ അറിയാം, അദ്ദേഹം അമീറാകുന്നതിൽ അവർക്ക് സന്തോഷമാണ്, അദ്ദേഹത്തിന്റെ നേതൃത്വം ഉണ്ടാകുന്നത് അവരെല്ലാവരും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി അഖ്ഷാ ഇൻ കുസിർത അൻ തുൽഇഫൽ മുസ്ലിമീന ഫീ സായിരി അഖ്താരിൽ അർദ്. പല ലോക രാജ്യങ്ങളിലും പല ഭാഗങ്ങളിലും ഇതുപോലെയുള്ള സൈന്യങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്, അതുപോലെ പല നാടുകളിലും ഇസ്ലാം എത്തിയിട്ടുണ്ട്. അപ്പൊ താങ്കൾ എങ്ങാനും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ എല്ലാ രാജ്യങ്ങളിലുമുള്ള മുസ്ലിമീങ്ങൾക്ക് അതൊരു ദൗർബല്യമായി മാറും, അവരെല്ലാവരും പേടിച്ചു പോകും എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. വഇന്നി അറാ അൻ തബ്അസ റജുലൻ വതർജിഅ അൻത ഇലൽ മദീന, അതുകൊണ്ട് മറ്റൊരാളെ അമീറാക്കിയിട്ട് താങ്കൾ മദീനയിലേക്ക് മടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സഹാബത്തിനൊക്കെ അത് ശരിയായി തോന്നി, അവരെല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, ഫമൻ തറ അൻ നബ്അസ ഇലൽ ഇറാഖ്, ശരി അങ്ങനെയാണെങ്കിൽ ആരെയാണ് നമ്മൾ അമീറാക്കുക, ആരെയാണ് ഇറാഖിലേക്ക് പറഞ്ഞേക്കുക? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖദ് വജദ്തു, അതിന് പറ്റിയ ഒരാളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൻ ഹുവ, ആരാണ്? അദ്ദേഹം പറഞ്ഞു, അൽ അസദു ഫി ബറാസിനി, അൽ അസദ് സിംഹമായി അറിയപ്പെടുന്ന ഒരു സിംഹത്തെ പോലെയുള്ള ആളാണ്, സഅദ് ഇബ്നു മാലിക് അസ്സുഹരി, സഅദ് ഇബ്നു അബി വഖാസ് അസ്സുഹരി റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ്. അത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അത് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ച് ഇറാഖിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അദ്ദേഹത്തിന് ഒരു വസിയത്ത് കൊടുത്തു. നേരത്തെ പല സമയത്ത് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. സ്വഹാബത്ത് അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തിട്ടുള്ള ഒരു സുന്നത്താണ്. യാത്ര ചെയ്യുന്ന സമയത്ത് യാത്ര പോകുന്നവർക്ക് വസിയത്ത് കൊടുക്കും. യാത്ര ചെയ്യുന്ന ആളുകൾ തന്റെ സുഹൃത്തുക്കളോട് വസിയത്ത് ചോദിക്കും. കാരണം ഒരുപക്ഷെ ആ യാത്രയോടുകൂടി അവർ തമ്മിൽ പിരിയാൻ സാധ്യതയുണ്ട്, മരണപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ അവസാനമായി ഒരു വസിയത്ത് അവർ കൊടുക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ സഅദ്, അല്ലയോ സഅദ്, ലാ യഗുറന്നക മിനല്ലാഹി അൻ ഖീല ഖാലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബുഹു. അള്ളാഹുവിന്റെ വിഷയത്തിൽ താങ്കൾ വഞ്ചിതരാകരുത്. അത് അള്ളാഹിനെ മറന്നിട്ട്
അള്ളാഹുവിനെ മറന്ന് വഞ്ചിതനാകുന്ന ഒരവസ്ഥ താങ്കൾക്കുണ്ടാകരുത്. എങ്ങനെയാണ് വഞ്ചിതനാകുന്നത്? അൻഖീല ഖാലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസാഹിബുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മാവൻ, അദ്ദേഹത്തിന്റെ സഹചാരി, സ്വഹാബി എന്നൊക്കെ താങ്കളെക്കുറിച്ച് ആളുകൾ പറയുന്നുണ്ട്. അല്ലെ, ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ പല സ്വഹാബത്തും മരിച്ചിട്ടുണ്ട്, താബിഈങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്വഹാബിയാണ്, അതുപോലെ ഖാലു റസൂലുള്ളാഹി എന്നറിയപ്പെട്ട ആളാണ് എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ട് താങ്കൾ വഞ്ചിതരാകരുത്, അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥയുണ്ടാകരുത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആളുകൾ നമ്മെപ്പറ്റി എന്തെങ്കിലുമൊക്കെ പുകഴ്ത്തി, അവര് പുകഴ്ത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രഹസ്യം അറിയാത്തത് കൊണ്ടാണ്. ഇമാം ഖഹ്താനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞതുപോലെ, വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി ലഅബസ്സലാമ അലയ്യ മൻ യൽഖാനി, എന്റെ രഹസ്യം ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ കണ്ടാൽ ആളുകൾ സലാം പറയുമായിരുന്നില്ല. അപ്പൊ എല്ലാ മനുഷ്യനും ഉണ്ടാകും തെറ്റുകൾ. അതുപോലെ തന്നെ ഇനി ഒരു തെറ്റുമില്ലെങ്കിലും ഒരാൾക്ക് ഉജ്ബ് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ വലിയവനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവന്റെ നാശം തുടങ്ങി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും മുഖത്ത് നോക്കി പുകഴ്ത്തരുത്, മുന്നിൽ വെച്ച് പുകഴ്ത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഞാനൊരു വലിയവനാണെന്ന് തോന്നിയാൽ അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല, അവന്റെ മനസ്സിൽ കിബറുണ്ടാകും, റിയാ ഉണ്ടാകും. അതുകൊണ്ട് പ്രശംസയിൽ വഞ്ചിതരാകരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. പ്രത്യേകിച്ച് വലിയ സ്ഥാനമുള്ള ആളുകൾ പേടിക്കേണ്ട കാര്യമാണ്, ആളുകൾക്കിടയിൽ അറിയപ്പെടുന്ന ആളുകൾ പേടിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവർക്ക് കൂടി ഉപകാരമുള്ള അമലുകൾ ചെയ്യുന്നവർ, ഇൽമ പഠിപ്പിക്കുക, അല്ലെങ്കിൽ സ്വതക്ക ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിമീങ്ങളുടെ പൊതുവിഷയങ്ങളിലൊക്കെ ആളുകൾക്ക് ഉപകാരം ചെയ്യുന്ന ആളുകൾ പേടിക്കേണ്ട കാര്യമാണ്. പ്രശംസ എന്ന് പറയുന്നത്, ജാഹ്, ആളുകൾക്കിടയിലുള്ള പേര് എന്ന് പറയുന്നത്, അത് വലിയ ഫിത്നയാണ്. ചിലപ്പോൾ പണത്തെക്കാളും വലിയ ഫിത്നയായി മാറും ഇത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് താങ്കൾക്ക് ഈ സ്ഥാനമൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് വഞ്ചിതനാകരുത്. ഫഇന്നല്ലാഹ ലാ യംഹു സയ്യിഅ ബിസ്സയ്യി, ഒരു തെറ്റുകൊണ്ട് അള്ളാഹു മറ്റൊരു തെറ്റ് പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെറ്റുകൾ ഉണ്ടാകും. ആ തെറ്റ് അള്ളാഹ് പുറത്തു തരണമെങ്കിൽ അതിന് വേറെ തെറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നേരെ മറിച്ച് വലാകിൻ യംഹു സയ്യിഅ ബിൽ ഹസൻ, നന്മ ചെയ്താലാണ് തിന്മ അള്ളാഹു മായ്ച്ചു തരിക. അതുകൊണ്ട് അമൽ ചെയ്യാൻ മറക്കരുത്, അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വഇന്നല്ലാഹ ലൈസ ബൈനഹു വബൈന അഹദിൻ നസബുൻ ഇല്ലാ ബിതാഅതിഹി, അള്ളാഹും ഒരു മനുഷ്യനും തമ്മിൽ യാതൊരു നസബുമില്ല താഅത്ത് കൊണ്ടല്ലാതെ, അള്ളാഹുവിനെ അനുസരിച്ച് പുണ്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ ഒരു ബന്ധവും അള്ളാഹു ഒരാളുമായിട്ടുമില്ല. അല്ലെ, ചിലപ്പോൾ നമ്മളിങ്ങനെ അഭിമാനിക്കും, ഞാൻ ഇന്ന ആളുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ നല്ല സാലിഹായ ഒരു മനുഷ്യൻ, അയാളുമായിട്ട് പരിചയമുണ്ട്, അയാളുടെ സുഹൃത്താണ്, അല്ലെങ്കിൽ ഇന്ന ഒരു ഷെയ്ഖിന്റെ ശിഷ്യനാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അഭിമാനിക്കും, ഇന്ന തറവാട്ടുകാരനാണ്. എന്തുണ്ടായാലും അള്ളാഹുമായിട്ട് ഇതുകൊണ്ടൊരു ബന്ധമില്ലല്ലോ. അള്ളാഹ്ക്ക് ആരുമായിട്ടെങ്കിലും കുടുംബബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ട് ബന്ധം വന്നു. അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. എത്ര വലിയവന്റെ ബന്ധുവായാലും എത്ര മഹാനായ ആളുടെ സുഹൃത്തായാലും അള്ളാഹുവിന് ആരുമായിട്ട് യാതൊരു നസബുമില്ല. ഇല്ലാ ബിതാഅതിഹി, അനുസരണ കൊണ്ടല്ലാതെ. അള്ളാഹുവിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുമായി ബന്ധമുണ്ട്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വ ആർക്കാണ് അവനാണ് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റവും കരീം, ഏറ്റവും മാന്യനായിട്ടുള്ളത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു. ഫന്നാസു ശരീഫുഹും വവദീഉഹും ഫീ ദാത്തില്ലാഹി സവാ, അള്ളാഹുവിന്റെ മുന്നിൽ ഷരീഫായിട്ടുള്ള ഉന്നത കുടുംബങ്ങൾ ജനിച്ച ആളെന്നാണ് ഷരീഫ് എന്ന് പറഞ്ഞാൽ. വദീഅ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും തരം താഴ്ന്നവൻ, കുടുംബ പരമ്പരയുടെ കാര്യത്തിൽ ഏറ്റവും തരം താഴ്ന്നവൻ. ഇവരൊക്കെ അള്ളാഹിന്റെ മുമ്പിൽ ഒരുപോലെയാണ്, അള്ളാഹുവിന് യാതൊരു വ്യത്യാസവുമില്ല. അള്ളാഹു റബ്ബുഹും, അവരുടെയൊക്കെ റബ്ബ് അള്ളാഹുവാണ്. വഹും ഇബാദുഹും, അവർ അവന്റെ അടിമകളും. യതഫാദലൂന ബിൽ ആഫിയ, അവർക്കിടയിൽ പിന്നെ വ്യത്യാസം എന്തിന്റെ വിഷയത്തിലാണുള്ളത്? എന്ത് കൊണ്ടാണ് വ്യത്യാസം വരുന്നത്? ബിൽ ആഫിയ, ആഫിയത്ത് കൊണ്ട്. എന്താണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ? ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ദോഷങ്ങളിൽ നിന്നുള്ള സുരക്ഷ. ദീനിയായിട്ടുള്ള ആഫിയത്തുണ്ട്, ദുന്യവിയായിട്ടുള്ള ആഫിയത്തുണ്ട്. ദീനിയായിട്ടുള്ള ആഫിയത്ത് എന്ന് പറഞ്ഞാൽ മാസിയത്തുകളിൽ നിന്നുള്ള രക്ഷ. ദുന്യവിയായിട്ടുള്ള ആഫിയത്ത് എന്ന് പറഞ്ഞാൽ രോഗങ്ങളിൽ നിന്നും മറ്റു ഭൗതികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും, കടവും ബാധ്യതകളും, അതുപോലെ ദുനിയാവിൽ നമ്മൾ പേടിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള കാവൽ. അതാണ് ദുന്യവിയായ ആഫിയത്ത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ആഫിയത്താണ്, ദീനിയായ ആഫിയത്ത്. ദീനിയായിട്ടുള്ള മുസീബത്തുകൾ, ദീൻ നശിപ്പിച്ചു കളയുന്ന പാപങ്ങൾ, ദുസ്വഭാവങ്ങൾ, ഫിത്നകൾ, അതിൽ നിന്നൊക്കെയുള്ള രക്ഷ, ബിദ്അത്തുകളിൽ നിന്നും ദലാലത്തുകളിൽ നിന്നും ഒക്കെയുള്ള രക്ഷ. ആ ആഫിയത്ത് കൊണ്ട് മാത്രമേ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷയുള്ളൂ. അതിന്റെ പേരിൽ മാത്രമാണ് സ്ഥാന വ്യത്യാസങ്ങളുള്ളൂ. ആർക്കാണ് കൂടുതൽ ആഫിയത്തുള്ളത് അവൻ കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനാണ്. ആരാണ് കൂടുതൽ ദീനിൽ മുസീബത്തുകൾ ബാധിച്ചിട്ടുള്ളവൻ അവന്റെ സ്ഥാനം കുറയും. ഇത്രയേ ഉള്ളൂ. പുണ്യങ്ങൾ കൊണ്ടാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് നേടാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അള്ളാഹുവിന്റെ അടുക്കലുള്ളത് എന്ന് പറഞ്ഞാൽ? എല്ലാ ഹൈറും, ദുനിയാവിലുള്ള ഹൈറുകളാണെങ്കിലും ആഖിറത്തിലുള്ള ഹൈറാണെങ്കിലും എല്ലാം അള്ളാഹുവിന്റെ കയ്യിലാണല്ലോ.
അപ്പൊ അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കിട്ടുമോ? ഒരിക്കലുമില്ല. അപ്പൊ റിസ്ക് കിട്ടാൻ വേണ്ടി ഹറാമ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നല്ല സുഖവും സമാധാനവുമുള്ള സ്വസ്ഥതയുള്ള ജീവിതത്തിന് വേണ്ടി അല്ലെ ആളുകൾ ഹറാമുകൾ ചെയ്യുന്നു. ഈ ആഗ്രഹങ്ങൾ, ഈ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് സംഭവിക്കുമോ? ഒരിക്കലുമില്ല. മാസിയത്തുകൾ കൊണ്ട് ഒരിക്കലും നന്മ കിട്ടുകയില്ല. നമ്മൾ കാണുന്നില്ലേ, പ്രേമിച്ച് വിവാഹം കഴിച്ച ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത് കാണുന്നില്ലേ? എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ അടുക്കലാണ് മനസ്സമാധാനം, അള്ളാഹുവിന്റെ കയ്യിലാണ് സ്വസ്ഥമായ കുടുംബജീവിതം. അതൊക്കെ മാസിയത്ത് ചെയ്തുകൊണ്ട് നേടാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്, അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടല്ലാതെ അള്ളാഹുവിന്റെ അടുക്കലുള്ളതൊന്നും നേടാൻ സാധിക്കുകയില്ല. ഫൻളുരിൽ അംറല്ലദീ റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദു ബുഇസ ഇലാ അൻ ഫാറഖന. അതുകൊണ്ട് നീ ചിന്തിക്കണം, നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആരോടാണ് ഈ പറയുന്നത്? സ്വർഗത്തിൽ കാലുകുത്തി കഴിഞ്ഞ രണ്ടാളുകൾ തമ്മിലാണ് ഇത് പറയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസിനോടാണ് പറയുന്നത്. അതുകൊണ്ട് നീ ആലോചിക്കുക, നീ ഓർത്തു നോക്കുക, അള്ളാഹുവിന്റെ റസൂൽ നിയോഗിക്കപ്പെട്ട സമയത്ത് അദ്ദേഹം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അടുത്തേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നമ്മെ പഠിപ്പിച്ചത്? ഇലാ അൻ ഫാറഖന, ദുനിയാവിൽ നിന്ന് നമ്മയൊക്കെ വിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിരിഞ്ഞു പോകുന്നത് വരെയുള്ള ആ ജീവിതം, അതിനിടയ്ക്ക് എന്തൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്, അത് നീ ചിന്തിക്കുക. ഫൽസംഹു, എന്നിട്ട് അത് മുറുകെ പിടിക്കുക, അതിൽ നിന്ന് പിഴച്ചു പോകാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് തമ്മിലാണ് ഈ പറയുന്നത്. ഒരുപാട് സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ നുബുവത്തിന്റെ വെളിച്ചം അത് മങ്ങിയിട്ടില്ല. ആ കാലത്താണ് അവർ തമ്മിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത് മുതൽ ബിഅസത്ത് മുതൽ വഫാത്ത് വരെ എന്തായിരുന്നു നബിയുടെ ജീവിതം? ഫൽസംഹു, അത് നീ മുറുകെ പിടിക്കുക. ഫഇന്നഹുൽ അംർ, കാരണം അതാണ് കാര്യം, ആ ജീവിതമാണ് മാതൃക, അതാണ് തെളിവ്, അതാണ് അള്ളാഹുലേക്കുള്ള മാർഗം, അത് മുറുകെ പിടിക്കുക. ഇൻ തറക്തഹ വറഗിബ്ത അൻഹ, ആ മാർഗത്തോട് നീ വെറുപ്പ് കാണിച്ചാൽ, അതിനോട് വിരക്തി കാണിച്ചാൽ, അത് നീ ഉപേക്ഷിച്ചാൽ, ഹബിത അമലുക വകുൻത മിനൽ ഖാസിരീൻ, നിന്റെ അമലുകൾ പാഴായി പോകും, പിന്നെ നീ ചെയ്യുന്ന മറ്റു കാര്യങ്ങളൊക്കെ വെറുതെയാണ്. വകുൻത മിനൽ ഖാസിരീൻ, നീ നഷ്ടക്കാരിൽ പെട്ടുപോകും. അപ്പൊ ഇങ്ങനെയുള്ള വലിയ വിലപിടിപ്പുള്ള ഒരു ഉപദേശം അദ്ദേഹത്തിന് കൊടുത്തു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഈ സൈന്യത്തിന്റെ അമീറായി പറഞ്ഞയച്ചു. അദ്ദേഹം അങ്ങനെ പോയി അറിയപ്പെട്ട യുദ്ധം, ഇറാഖ് കീഴടക്കാൻ വേണ്ടി നടന്ന ഖാദിസിയ യുദ്ധം, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ സംഭവബഹുലമായ ഒരു യുദ്ധമായിരുന്നു ഖാദിസിയ. ആ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അതുപോലെ തന്നെ അതിനുശേഷം ഖിസ്റ ചക്രവർത്തിയുമായി യുദ്ധം ചെയ്ത് മദായിൻ അദ്ദേഹം കീഴടക്കി. ഇങ്ങനെയുള്ള പല യുദ്ധങ്ങളിലും അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഇറാഖിലുള്ള കൂഫ, ഇറാഖ് കീഴടക്കി. ഇറാഖിലെ ഏറ്റവും അറിയപ്പെട്ട പട്ടണങ്ങളിൽപ്പെട്ട കൂഫ, അവിടുത്തെ അമീറാക്കി സഅദ് ഇബ്നു അബീ വഖാസിനെ നിയോഗിച്ചു. അദ്ദേഹമാണ് ഈ കൂഫ എന്ന് പറയുന്ന നഗരം പണിതത്. അതിനു മുമ്പ് ആ സ്ഥലമുണ്ട്, പക്ഷെ അവിടെ അദ്ദേഹമാണ് ആ നാട് അത് വികസിപ്പിച്ച് അവിടെ പരിഷ്കാരങ്ങൾ വരുത്തിയത്. അങ്ങനെ അദ്ദേഹം പല യുദ്ധങ്ങളിലും പങ്കെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട് സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഈ പ്രവൃത്തികൾ, യുദ്ധങ്ങളിൽ അദ്ദേഹം ചെയ്യുന്ന ഈ കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ത്യാഗം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, മക്ക ഫത്ഹിന്റെ സമയത്ത് നടന്നൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കി. സഹാബത്ത് മദീനയിലേക്ക് പോയി. സഹാബത്ത് മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ മക്കയിലേക്ക് പോയി. അങ്ങനെ ഫത്ഹിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം. ഫത്ഹിലാണോ അതോ അതിനുശേഷമുള്ള ഹജ്ജത്തുൽ വദാഇലാണോ എന്ന് സംശയമുണ്ട്. ഇതിലേതെങ്കിലും ഒരു സന്ദർഭത്തിൽ, രണ്ട് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയിട്ടുണ്ട്. ഈ രണ്ടാൽ ഒരു യാത്രയിൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു രോഗിയായി കിടന്നു. റിയാദുസ് സാലിഹീനിൽ നമ്മൾ വായിച്ചിട്ടുള്ള ഹദീസാണ് തുടക്കത്തിൽ, ഇഖ്ലാസിന്റെ അധ്യായത്തിൽ. അദ്ദേഹത്തിന് വലിയ രോഗം പിടിച്ചു, മരിച്ചു പോകും എന്ന് പേടിക്കുന്ന അവസ്ഥയായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, റസൂലെ, ഞാൻ ഇവിടെ ബാക്കിയായി പോകുമോ, മക്കയിൽ വെച്ച് മരിക്കുന്ന അവസ്ഥയുണ്ടാകുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് അദ്ദേഹം തന്റെ സ്വത്ത് മുഴുവൻ സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ചു. കാരണം അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ സ്വത്ത് മുഴുവൻ സ്വതക്ക ചെയ്യാൻ തീരുമാനിച്ചു. നമുക്കറിയാം, ഹിജറ പോയി കഴിഞ്ഞാൽ ആ നാട്, ഏത് നാട്ടിൽ നിന്നാണോ ഹിജറ പോയത് ആ നാട്ടിലേക്ക് പിന്നെ മടങ്ങാൻ പാടില്ല. പക്ഷെ മക്ക പിന്നീട് ഇസ്ലാമിക രാജ്യമായിട്ടുണ്ട്. എന്നാലും സ്വഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മദീനയിലേക്ക് പോയ സ്വഹാബത്ത് തിരിച്ച് മക്കയിൽ വന്ന് മക്കയിൽ വെച്ച് മരിക്കുന്നത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിച്ചതാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് മടങ്ങാനാണ് അവർ ശ്രമിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന് വേണ്ടി 14 ദിവസം മാത്രമാണ്, 14 ദിവസമാണ് മക്കയിൽ കഴിഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ മദീനയിലേക്ക് മടങ്ങുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. ആലോചിച്ച് നോക്കൂ, ഒരു കുറ്റമില്ലാത്ത കാര്യമാണ്, രോഗിയായതുകൊണ്ടാണ്. അതുപോലെ തന്നെ മക്ക ഇസ്ലാമിക രാജ്യമായിട്ടുണ്ട്, പിന്നെ താൻ രോഗിയാണ്, പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ്. എന്നിട്ടും
അദ്ദേഹം പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, ലഅല്ലക അൻ തുഖല്ലഫ്, താങ്കൾ ഇനിയും ജീവിക്കും. ഹത്താ യൻതഫിഅ ബിക അഖ്വാമുൻ വയുദറ ബിക ആഖറൂൻ, പല ആളുകൾക്കും താങ്കളെ കൊണ്ട് ഉപകാരമുണ്ടാകും, പലർക്കും താങ്കളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകും, അത്രയും കാലം താങ്കൾ ജീവിച്ചിരിക്കും എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഈ യുദ്ധങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അദ്ദേഹത്തെ കൊണ്ട് മുസ്ലിമുകൾക്ക് ഉപകാരമുണ്ടായി, അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്കും മുർത്തദീങ്ങൾക്കുമൊക്കെ അദ്ദേഹത്തെ കൊണ്ട് വലിയ ഉപദ്രവം ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം കൂഫയുടെ ഗവർണറായി, അമീറായി ഭരണം നടത്തി എന്ന് നമ്മൾ പറഞ്ഞു. ആ ഭരണം നടത്തുന്ന സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ കൂഫയിൽ നിന്ന് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖദ് ശക്കൗക ഫീ കുല്ലി ഷൈഇൻ ഹത്താ ഫിസ് സലാഹ്, അവര് എല്ലാ കാര്യത്തിലും താങ്കളെ കുറിച്ച് പരാതി പറയുന്നുണ്ട്, നമസ്കാരത്തിന്റെ കാര്യത്തിൽ വരെ പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പല വിഷയങ്ങളും ഭരണാധികാരിയുടെ അടുത്തുള്ള തെറ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്നിട്ട് ഉമറിനോട് പറയുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ നമസ്കാരത്തിൽ ഇദ്ദേഹം വീഴ്ച വരുത്തുന്നുണ്ട് എന്ന കാര്യം വരെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അമ്മ അന ഫഇന്നി അമുദ്ദു ഫിൽ ഊലയൈനി വഅഹദിഫു ഫിൽ ഉഖ്റയൈൻ. അദ്ദേഹം പറഞ്ഞു, ഇവരെന്നെ കുറിച്ച് കുറ്റം പറയുന്നത് എന്താണ്, ഞാൻ 4 റക്അത്തിൽ നമസ്കാരത്തിൽ ആദ്യത്തെ 2 റക്അത്തിൽ കൂടുതൽ ഓതും, അവസാനത്തെ 2 റക്അത്തിൽ, മൂന്നാമത്തെ 4ാമത്തെ റക്അത്തിൽ കുറച്ച് കുറക്കും, അങ്ങനെയാണ് ഞാൻ നമസ്കരിക്കുന്നത്. അതാണ് ഇവര് കുറ്റമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് ഉമർ റളിയല്ലാഹു അൻഹുവോട് അദ്ദേഹം പറഞ്ഞു, വമാ ആലു മഖ്തദൈതു ബിഹി മിൻ സ്വലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അത് പിന്തുടരുന്നതിൽ ഞാനൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല, അത് അപ്പാടെ പിന്തുടരുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാഖല്ലന്നു ബിക യാ അബാ ഇസ്ഹാഖ്, അത് തന്നെയാണ് താങ്കളെ കുറിച്ച് ഞാൻ വിചാരിക്കുന്നത്, ഇവർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നർത്ഥം. അതുപോലെ തന്നെ അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയത്ത് അടുത്ത ഖലീഫ ആരാകണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ഷൂറയായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിച്ച 6 പേരിൽ ഒരാളായിരുന്നു. ആ 6 പേരിൽ നിന്നായിരിക്കണം ഖലീഫയെ തെരഞ്ഞെടുക്കുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞേൽപ്പിച്ച ആ 6ൽപ്പെട്ട ഒരാളായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്, സ്വഹാബത്തിനിടയിൽ ഫിത്ന ഉണ്ടായപ്പോൾ, സ്വഹാബത്തിനിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ, ആ കുഴപ്പം അതിൽ നിന്ന് വിട്ടുനിന്ന, ആ ഫിത്നയിൽ നിന്ന് വിട്ടുനിന്ന ആളുകളിൽപ്പെട്ട ആളാണ് ഇദ്ദേഹം. അവരുടെ നിലപാടാണ് ശരി എന്നാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത്. സ്വഹാബത്തിനിടയിലുണ്ടായ ആ ജമൽ സിഫീൻ തുടങ്ങിയ യുദ്ധങ്ങളിൽ, ആ യുദ്ധങ്ങൾ പങ്കെടുത്ത സ്വഹാബത്തിന് ഉദ്റുണ്ട്, നമ്മൾ പറഞ്ഞതാണ്. അവർ പ്രതീക്ഷിക്കാതെ സംഭവിച്ചു പോയതാണ്. അവരുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് 2 കൂട്ടരും ആ യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നത്. യുദ്ധം പ്രതീക്ഷിച്ച് പുറപ്പെട്ടതല്ല, പിന്നീട് അത് യുദ്ധമായി മാറി. എന്നാൽ ആ ഫിത്നയിൽ നിന്ന് പാടെ വിട്ടുനിന്ന സ്വഹാബത്തുണ്ടായിരുന്നു. അതിൽപ്പെട്ട ആളാണ് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അത് വലിയ കാര്യമാണ്. കാരണം അദ്ദേഹം അടുത്ത ഖലീഫയാകാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചിട്ടുള്ള ആളാണ്, അത്രയും വലിയ സ്ഥാനമുള്ള ആളാണ്. അതുപോലെ ഫാരിസുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പടയാളി എന്നറിയപ്പെടുന്ന വലിയ യോദ്ധാവാണ്. എന്നിട്ടൊരു യുദ്ധം നടന്നപ്പോൾ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നു. അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളാണ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്, എന്നിട്ട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടുനിന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ വലിയൊരു സ്ഥാനമാണ്. അത് സ്വഹാബത്തിന്റെ ഫിഖ്ഹ്, അവരുടെ ദീനിലുള്ള അവഗാഹം എടുത്തു കാണിക്കുന്ന ഒരു സംഭവമാണ്. ജമൽ സിഫീൻ യുദ്ധങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് ഈ യുദ്ധങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളിൽ പലരെക്കാളും അധികാരത്തിന് അർഹതയുള്ള ആളാണ്. കാരണം 6 പേരുടെ കൂട്ടത്തിൽ ഷൂറയിൽപ്പെട്ട ആളാണ് അദ്ദേഹം. എന്നിട്ടും അതിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അങ്ങനെ അദ്ദേഹം എന്തു ചെയ്തു? അദ്ദേഹം ഒരു വീടുണ്ടാക്കി. മദീനയിൽ നിന്ന് 8 മൈൽ അപ്പുറത്ത് ഹംറാഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു വലിയ വീടുണ്ടാക്കി അതിൽ താമസിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഈ ഫിത്നയിലേക്ക് വലിച്ചേക്കാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ മകൻ ഉമർ ബിൻ സഅദ് ബിൻ അബി വഖാസ് ഉപ്പയുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത്. ദൂരെ നിന്ന് മകനെ കണ്ടപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഊദു ബില്ലാഹി മിൻ ശർരി ഹാദർ റാകിബ്, ഈ വാഹനപ്പുറത്ത് വരുന്നവന്റെ ഷെറിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം ആളുകളോടൊന്നും ബന്ധപ്പെടാതെ ഈ വീട്ടിലൊറ്റക്ക് കഴിയുകയായിരുന്നു. അപ്പൊ ദൂരെ നിന്ന് മകനെ കണ്ടപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഈ മകൻ ഉമർ ബിൻ സഅദ് ഉപ്പയുടെ അടുത്ത് വന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, അനസൽത ഫി ഇബ്ലിക വഗനമിക വതറക്ത الناس يتنازعون الملك بينهم, താങ്കളുടെ ഒട്ടകത്തിനെയും അതുപോലെ തന്നെ ആടിനെയും ഒക്കെ നോക്കിയിരിക്കുകയാണോ? ജനങ്ങൾ അധികാരത്തിന്റെ വിഷയത്തിൽ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രശ്നം നടക്കുമ്പോൾ അധികാരം ഏറ്റെടുക്കാനൊക്കെ യോഗ്യനായ ആളാണ് താങ്കൾ. അതിനൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ ആടിനെ നോക്കി ഗവർണറായി ഇരുന്ന ആളാണ് ഒരു നാട്ടിൽ.
അപ്പൊ ഇനി ഏറ്റവും വലിയ അമീറായിട്ടില്ലെങ്കിലും അതിന്റെ താഴെയെങ്കിലും ഒരു വലിയ സ്ഥാനം കിട്ടാനുള്ള ആളാണ്. ഇതൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ ആടിന്റെ പിന്നാലെ ഒട്ടകത്തിന്റെ പിന്നാലെ നടക്കുകയാണോ എന്ന് ചോദിച്ചു. ഫദറബ സഅദുൻ ഫീ സദ്രി ഇബ്നിഹി. അത് കേട്ടപ്പോൾ സഅദ് നബി വഖാസ് റളിയല്ലാഹു അൻഹു തന്റെ മകന്റെ നെഞ്ചത്തടിച്ചിട്ട് പറഞ്ഞു, ഉസ്കുത്ത്, മിണ്ടാതിരിക്കുക. സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയ്യൽ ഖഫി. അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെടുന്നു. എങ്ങനെയുള്ള അടിമയാണ്? അൽ അബ്ദ തഖിയ്യ, തഖ്വയുള്ള, അങ്ങേയറ്റം സൂക്ഷ്മതയുള്ള, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിന്റെ അദാബ് പേടിച്ച് ജീവിക്കുന്ന തഖ്വയുള്ള അടിമയെ. അൽ ഗനി, ഗനി എന്ന് പറഞ്ഞാൽ ഐശ്വര്യവാനായിട്ടുള്ള, ആരുടെ മുന്നിൽ കൈനീട്ടാത്ത ആൾ, അങ്ങനെയുള്ള അടിമയെ. അൽ ഖഫി, ഖഫി എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കുന്ന, ആളുകൾക്കിടയിൽ പ്രശസ്തി ആഗ്രഹിച്ച് അല്ലെങ്കിൽ പ്രശസ്തി നേടാൻ ശ്രമിച്ച് ആളുകളോട് ഇടപഴകി നടക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്ന അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പോൾ അദ്ദേഹം ഈ ഹദീസ് നടപ്പിലാക്കിയതാണ്. ഈ ഹദീസ് അദ്ദേഹം എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള അടിമയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. തഖ്വയുള്ള ആളുകൾ എല്ലാ സമയത്തും നമ്മൾ കാണിക്കേണ്ട കാര്യമാണ്, പാലിക്കേണ്ടതാണ് തഖ്വ, അത് സംശയമില്ല. അൽ ഗനി, അതുപോലെ തന്നെ ഐശ്വര്യമുള്ള, മറ്റുള്ളവർ മുന്നിൽ കൈനീട്ടാത്ത, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന, തന്റെ ആവശ്യത്തിന് വേണ്ടത് സ്വയം സമ്പാദിക്കുന്ന ആളുകളായിരിക്കണം. അതും എല്ലാ കാലത്തും എല്ലാ സമയത്തും വേണ്ടതാണ്. പക്ഷെ ഖഫി ആയിരിക്കുക, മറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ചില സന്ദർഭങ്ങളിൽ ആവശ്യമായി വരും. പ്രത്യേകിച്ച് ഫിത്നകൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാതെ ആ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ, നമ്മുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ആളുകളോടുള്ള ഇടപാടുകളൊക്കെ കുറയ്ക്കേണ്ടി വരും. ഇത് അദ്ദേഹം മനസ്സിലാക്കി. അതെപ്പോഴാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യരുതാത്തത് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫിത്ന ഇല്ലാത്ത കാലത്ത് ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ അദ്ദേഹം ഇറാഖിലും ഒക്കെ പോയി മുസ്ലിമീങ്ങളുടെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് അമീറായി ഒക്കെ ജീവിച്ചു. പിന്നീട് സഹാബത്തിനിടയിൽ ഫിത്ന വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അകന്നു നിൽക്കേണ്ട സമയമാണ്, ഒഴിഞ്ഞു നിൽക്കേണ്ട സമയമാണ്. അങ്ങനെ അദ്ദേഹം മാറി നിന്നു. അതാണ് ഫിഖ്, അതാണ് ദീനിലുള്ള അവഗാഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ ഉത്ബത്ത് ഇബ്നു ഹാഷിം, അദ്ദേഹവും വന്നു ഈ യുദ്ധത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു, യാ അം ഹാഹുന 100,000 സൈഫിൻ യറൗനക അഹഖ ബിഹാദൽ അംർ. 100,000 വാളുകൾ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്, താങ്കളാണ് അധികാരത്തിന് അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പൊ നടക്കുന്ന ഈ പ്രശ്നങ്ങളിൽ ഉള്ള ആളുകൾ ആരുമല്ല, അവരെക്കാൾ താങ്കളാണ് അവകാശി എന്ന് പറയുന്ന 100,000 വാളുകൾ എന്ന് പറഞ്ഞ 100,000 ആളുകൾ താങ്കളുടെ പിന്നിലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് കേട്ടപ്പോൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉരീദു മിൻ 100,000 സൈഫൻ വാഹിദൻ. ശരി, 100,000 വാളുകളുണ്ട് എന്റെ കൂടെ എന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരു വാള് എനിക്ക് വേണം. എന്താണത്? ഇദാ ദറബ്തു ബിഹിൽ മുഅ്മിന ലം യസ്ന ശൈഅൻ വഇദാ ദറബ്തുൽ കാഫിറ ഖത. ആ വാളിന് ഒരു പ്രത്യേകത ഉണ്ടാകണം. ഞാൻ ആ വാള് കൊണ്ട് ഒരു മുസ്ലിമിനെ വെട്ടിയാൽ ഒന്നും സംഭവിക്കരുത്, കാഫിറിനെ വെട്ടിയാൽ മുറിയണം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലത്ത് മുസ്ലിമീങ്ങളും കാഫിറുകളും തമ്മിലായിരുന്നു യുദ്ധങ്ങൾ നടന്നത്. ഇന്ന് കൂടിക്കലർന്നിട്ടുണ്ട്. മുനാഫിക്കുകൾ ഈ രണ്ട് കൂട്ടരുടെയും കൂടെ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളായ സഹാബത്തിലുണ്ട്, കുഴപ്പക്കാരായ ഖവാരിജുകളുണ്ട്, എല്ലാവരും കൂടി കലർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഫിത്ന എന്ന് പറയുന്നത്. വ്യക്തമല്ല ആരുടെ ഭാഗത്താണ് ഹക്ക് എന്ന് വ്യക്തമല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്താൽ ചിലപ്പോൾ ഞാൻ വെട്ടുന്നത് ഒരു മുസ്ലിമിനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഫിത്ന ഉപേക്ഷിച്ച് വിട്ടുനിൽക്കുന്നത്. അപ്പൊ ഒരു മുസ്ലിമിനെ വെട്ടിയ മുറിയാത്ത ആളുണ്ടെങ്കിൽ നീ അത് കൊണ്ടുവാ, എന്നാ ഞാൻ പങ്കെടുക്കാം എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിമീങ്ങളോട് ദുൽമ ചെയ്യാൻ സാധ്യതയുള്ള അവസ്ഥകൾ, അതിനാണ് ഫിത്ന എന്ന് പറയുന്നത്. ഒരു പ്രശ്നം, അതിൽ ചിലപ്പോൾ രണ്ടാളുടെ അടുത്തും ന്യായം ഉണ്ടാകും, രണ്ടാളുടെ അടുത്തും അന്യായവും ഉണ്ടാകും, അങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകും. നേരെ മറിച്ച് ഒരാളുടെ അടുത്താണ് ന്യായം എന്ന് വ്യക്തമാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഫഇൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റ ഫഖാതിലു അല്ലതി തബ്ഗി ഹത്താ തഫീഅ ഇലാ അംരില്ലാഹ്. മുസ്ലിമീങ്ങൾപ്പെട്ട രണ്ട് കക്ഷികൾ തമ്മിൽ പ്രശ്നമുണ്ടായി, അതിൽ ഹക്ക് ഒരാളുടെ ഭാഗത്താണ് എന്ന് വ്യക്തമാണ്, മറ്റേയാളുടെ ഭാഗത്ത് ദുൽമാണ് എന്നത് വ്യക്തമാണ്. അപ്പോൾ ഈ മദ്ലൂമിന്റെ കൂടെ നിന്ന് ളാലിമിനെതിരെ നിൽക്കുക, അതാണ് ചെയ്യേണ്ടത്. ഏത് പ്രശ്നങ്ങളിലാണെങ്കിലും, കുടുംബ പ്രശ്നമാണെങ്കിലും മറ്റെന്ത് പ്രശ്നമാണെങ്കിലും. എന്നാലോ രണ്ടുപേരുടെ ഭാഗത്തും ബാത്തിലുമുണ്ട് ഹക്കുമുണ്ട്. അങ്ങനെയാണെങ്കിലോ, അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പെട്ടുപോവുക. ചില ആളുകൾ എന്ത് ചെയ്യും? ഒരു കക്ഷിയുടെ കൂടെ കൂടും, എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയും, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കും, അവരോട് ഏറ്റുമുട്ടും. ശരിയായിരിക്കും, ഇവൻ പറയുന്നത് ആ എതിർ കക്ഷിയെക്കുറിച്ച് പറയുന്നത് സത്യമായിരിക്കും, അവരുടെ അടുത്തുള്ള കുറവുകൾ തന്നെയായിരിക്കും. അപ്പുറത്തുള്ള ആളും നേരെ തിരിച്ച് ഇതുപോലെ ഇങ്ങോട്ട് നോക്കുന്നുണ്ടാകും, ഇവരുടെ അടുത്തുള്ള ചില തെറ്റുകൾ അവൻ കാണുന്നുണ്ടാകും. അങ്ങനെ അതിന്റെ പേരിൽ അവിടെ നിന്നിട്ട് അവൻ ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഉപദ്രവിക്കും. അതാണ് ഫിത്ന എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള ഫിത്നയിലുള്ള നിലപാട് എന്താണ്? അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സഈദ ലമൻ ജുന്നിബൽ ഫിതൻ. സഈദ്, സൗഭാഗ്യവാൻ എന്ന് പറയുന്നത് ലമൻ ജുന്നിബൽ ഫിതൻ, ഫിത്നകളിൽ നിന്ന് ഒഴിവാകാൻ പറ്റിയവനാണ്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ്. അപ്പൊ അങ്ങനെ ഒരു ദുൽമ് തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഇദ്ദേഹം ഈ ഫിത്നയിൽ നിന്ന് വിട്ടുനിന്നത്. അതിലേക്ക് ഇതുപോലെ ക്ഷണിക്കാൻ വേണ്ടി സ്വന്തം മകനും സഹോദരന്റെ മകനും ഒക്കെ വന്നിട്ടും അദ്ദേഹം ഈ കാരണം പറഞ്ഞ് ഒഴിഞ്ഞു നിന്നു. അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് ചരിത്രത്തിൽ കാണാം. അദ്ദേഹം മരിക്കുന്നത് ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം താമസിച്ചിരുന്ന ഈ ഹംറാ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആണ് അദ്ദേഹം മരണപ്പെടുന്നത്. 82-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. മരണശേഷം അദ്ദേഹത്തെ മദീനയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കട്ടിൽ, മയ്യത്ത് കട്ടിൽ കൊണ്ടുവന്നപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ കരയാൻ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, ബഖിയ്യത്തു അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിന്റെ ശേഷിപ്പ്, അവസാനത്തെ സ്വഹാബി. അദ്ദേഹത്തിന് ശേഷവും ചില സ്വഹാബത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഈ ആദ്യകാലക്കാരുടെ കൂട്ടത്തിൽ വെച്ച് മരിക്കുന്ന അവസാനത്തെ സ്വഹാബിയാണ് അദ്ദേഹം. അപ്പൊ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവരാണ് അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളായ ആദ്യകാലക്കാരായ സ്വഹാബത്ത്. ആ കൂട്ടത്തിൽ അവസാനം മരിച്ച ആളാണ് അദ്ദേഹം. മുഹാജിരീങ്ങളിൽ അവസാനം വഫാത്തായ ആളും അശ്റത്തുൽ മുബശ്ശറൂനിൽ അവസാനം വഫാത്തായ ആളും അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ മയ്യിത്ത് നമസ്കരിച്ചത് മർവാൻ ഇബ്നുൽ ഹക്കം റഹിമഹുല്ലാഹ് ആയിരുന്നു. അദ്ദേഹത്തിന് നിരവധി ഭാര്യമാരുണ്ടായിട്ടുണ്ട്. ഒരേ അവസരത്തിൽ 4 പേര് അവർ മരിക്കുമ്പോഴും മറ്റുമായിട്ട് അദ്ദേഹത്തിന് 11 ഭാര്യമാരും 36 മക്കളും ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ഒരു തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ മക്കളുടെ കണക്കൊക്കെ. കാരണം മക്കയിൽ വെച്ച് അദ്ദേഹം സ്വത്ത് മുഴുവൻ സദക്ക ചെയ്യാൻ തീരുമാനിച്ചതാണ്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്ന് പറഞ്ഞിട്ട് 1/3 സദക്ക ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് ആ പണം എടുത്തു വെക്കാൻ പറഞ്ഞു. അത് മുഴുവൻ കൊടുത്തിരുന്നെങ്കിലോ? കാരണം പിന്നീട് അന്ന് അദ്ദേഹത്തിന് മക്കളില്ല എന്നാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന് 36 മക്കൾ, 18 ആൺകുട്ടികളും 18 പെൺകുട്ടികളും അദ്ദേഹത്തിനുണ്ടായി. റളിയല്ലാഹു അൻഹു വഅർളാഹു. ഇതാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചുരുങ്ങിയ രൂപത്തിലുള്ള ചരിത്രം. ഇൻഷാ അല്ലാഹ് അടുത്ത സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇതുപോലെ ഒരു ചുരുങ്ങിയ ചരിത്രം നമുക്ക് അടുത്ത ദിവസം വായിക്കാം. വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.